നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും സത്യപ്രതിജ്ഞ ചെയ്ത് MLA-മാർ. സഭാ സമ്മേളനത്തിന് തുടക്കം. സഭയിൽ കൗതുകമായി ജി സുധാകരന് മുൻപിൽ പിണറായിയുടെ സത്യപ്രതിജ്ഞ. എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പരിഭവം മറന്ന് ഹസ്തദാനം. പിണറായി വിജയന് കൈകൊടുത്ത് TK ഗോവിന്ദൻ. അഭിവാദ്യമർപ്പിച്ച് V കുഞ്ഞികൃഷ്ണൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ സ്പീക്കറാകും. LDF-ൽ നിന്ന് AC മൊയ്തീൻ. ചാത്തന്നൂർ MLA BB ഗോപകുമാർ BJP സ്ഥാനാർത്ഥി. ജാതിപ്പേര് വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശന് കനത്ത പ്രതിരോധം തീർത്ത് K മുരളീധരൻ. കല്ലെറിയുന്നവർ വഷളാകും. സതീശൻ ഹൈക്കമാൻഡ് അംഗീകരിച്ച മുഖ്യമന്ത്രി. സതീശനെതിരെ കോൺഗ്രസിൽ നടക്കുന്ന ഒരു നീക്കവും വിലപ്പോവില്ലെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ ആരോഗ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ പരിശോധനയ്ക്ക് സർക്കാർ. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ തീരുമാനമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. പാഠപുസ്തകവും യൂണിഫോമും മുടങ്ങില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളുടെ പരോളിൽ വിശദീകരണം തേടി ആഭ്യന്തരമന്ത്രി. പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഗൂഢാലോചനയിൽ പുനരന്വേഷണം വേണമെന്ന് ശരത് ലാലിന്റെ കുടുംബം. ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. ബംഗളൂരുവിൽ കോട്ടയം സ്വദേശിനിയായ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി. പ്രതി ബത്തേരി സ്വദേശി ഹൈനസ് ഒളിവിൽ. ബലാത്സംഗം ഒഴിവു ദിനങ്ങളിൽ പെൺകുട്ടി ജോലി ചെയ്യുന്നിടത്തെ സഹപ്രവർത്തകർ നടത്തിയ പാർട്ടിക്കിടെ. പരാതി പിൻവലിച്ചില്ലെങ്കിൽ ജീവൻ അപായപ്പെടുത്തുമെന്ന് ഭീഷണിയെന്നും പെൺകുട്ടി. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. കാറിലെത്തിയ സംഘം വധിച്ചത് പാക് അധിനിവേശ കശ്മീരിലെ ചഗോത്തി മേഖലയിൽ വെച്ച്. ദൃശ്യം 3-ന് ആവേശകരമായ വരവേൽപ്പ്. ഗംഭീര പ്രതികരണവുമായി പ്രേക്ഷകർ. പടം ലാലേട്ടൻ തൂക്കി. ഈ വർഷം ലാലേട്ടൻ തൂക്കി. അടുത്ത 100 കോടിയാണ്. പ്രേക്ഷകർക്കൊപ്പം സിനിമ കണ്ടും പിറന്നാൾ ആഘോഷിച്ചും മോഹൻലാൽ. വാർത്തയിലേക്ക് വിശദമായി. MLA-മാരുടെ സത്യപ്രതിജ്ഞയോടെ 16-ാം കേരള നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ മുമ്പാകെ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. വി അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. 105-ാമതായി മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. തന്റെ പേര് മുഴുവനായും പറഞ്ഞായിരുന്നു ഇത്തവണയും സത്യപ്രതിജ്ഞ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA-ആണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. പിണറായി വിജയനെ ഡെസ്കിൽ അടിച്ചാണ് പ്രതിപക്ഷ നിര സത്യപ്രതിജ്ഞ ചെയ്യാൻ സ്വീകരിച്ചത്. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് സത്യവാചകം ചൊല്ലാനെത്തിയപ്പോൾ ഡെസ്കിൽ അടിച്ച് വരവേറ്റു. ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ജി സുധാകരനും പിണറായി വിജയനും രാഷ്ട്രീയ പരിഭവമില്ലാതെ പരസ്പരം അഭിവാദ്യം ചെയ്തു. പാർട്ടിയെ വെല്ലുവിളിച്ച് MLA-മാരായെത്തിയ CPM വിമതരുടെ സത്യപ്രതിജ്ഞ മറ്റൊരു കൗതുകവുമായി. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ അട്ടിമറി വിജയം നേടിയ TK ഗോവിന്ദനോടും വി കുഞ്ഞികൃഷ്ണനോടും പിണറായി വിജയൻ ഈ രാഷ്ട്രീയ വൈര്യമൊന്നും പ്രകടിപ്പിക്കാതെ പെരുമാറി. മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയവർ തിരികെ എത്തുന്നത് നിയമസഭാംഗങ്ങളായിട്ടാണ്. എല്ലാ അർത്ഥത്തിലും കൃത്യമായ രാഷ്ട്രീയ മറുപടി. TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും ട്രഷറി ബെഞ്ചിന്റെ പിൻനിരയിലായിരുന്നു സീറ്റ്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഭരണ പ്രതിപക്ഷ നിരയെ അഭിവാദ്യം ചെയ്യുന്നതാണ് പതിവ് രീതി. ശ്രീ TK ഗോവിന്ദൻ മാസ്റ്റർ. TK ഗോവിന്ദൻ ആദ്യമെത്തി. ഭരണപക്ഷ നിരയിൽ നിന്നും കയ്യടി ഉയർന്നു. പതിവിന് വ്യത്യസ്തമായി ഗോവിന്ദൻ ആദ്യം അഭിവാദ്യം ചെയ്തത് പിണറായി വിജയനെ. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പിണറായി ഗോവിന്ദന് ഹസ്തദാനം ചെയ്തു. വി കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായിയുടെ സീറ്റിന് സമീപത്തെത്തി അഭിവാദ്യം ചെയ്തു. തിരിച്ച് പിണറായിയും. ഇരുവരുടെയും സഗൗരവ പ്രതിജ്ഞ. പ്രോടൈം സ്പീക്കർ ജി സുധാകരൻ നാളെ മുതൽ ഭരണപക്ഷ നിരയിലെത്തും. സ്വതന്ത്രരെന്ന പരിവേഷമുണ്ടെങ്കിലും CPM-ന്റെ 3 മുൻനിര നേതാക്കൾ ഇത്തവണ മറുചേരിയിലെന്ന കൗതുകത്തിനാണ് ഇനി മുതൽ നിയമസഭാ സമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭൂരിഭാഗം സാമാജികരും മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ചുരുക്കം ചിലർ മാത്രം ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചൊല്ലി. F. രാജ തമിഴിലും AKM അഷ്റഫ് കന്നഡയിലുമാണ് സത്യവാചകം ചൊല്ലിയത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP സംസ്ഥാന അധ്യക്ഷനും നേമം MLA-യുമായ രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ ഭൂരിപക്ഷം MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തത് മാതൃഭാഷയായ മലയാളത്തിൽ തന്നെ. അതേസമയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി ഷിബു ബേബി ജോൺ, KPCC അധ്യക്ഷനും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫ്, മാണി സി കാപ്പൻ, രമേശ് പിഷാരടി, മാത്യു കുഴൽനാടൻ, ഫൈസൽ ബാബു, സന്ദീപ് വാര്യർ തുടങ്ങിയവരാണ് ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. I, Ramesh Chennithala, having been elected a member of the Legislative Assembly, do swear in the name of God. I, Sunny Joseph, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear. അതേസമയം തമിഴ് ഭാഷയിൽ സത്യപ്രതിജ്ഞ ചെയ്തതാകട്ടെ ദേവികുളം MLA F. രാജ. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட F. ராஜா என்னும் நான் சட்ட முறைப்படி நிறுவப்பட்டுள்ள இந்திய அரசியல் அமைப்பு சட்டத்தின் மீது உண்மையான நம்பிக்கையும் பற்றும் உறுதி கொண்டிருப்பேன் என்றும் கடவுளின் பெயரில் உறுதியளிக்கிறேன். മഞ്ചേശ്വരം MLA AKM അഷ്റഫാണ് കന്നഡയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. AKM ಅಶ್ರಫ್ ಎಂಬ ನಾನು ವಿಧಾನಸಭೆಯ ಸದಸ್ಯನಾಗಿ ಚುನಾಯಿತನಾದವನಾಗಿ ಕಾನೂನಿನ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನದ ವಿಷಯದಲ್ಲಿ ഉമ്മൻചാണ്ടിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ചായിരുന്നു ചാണ്ടി ഉമ്മന്റെ സത്യപ്രതിജ്ഞ. ആലുവാക്കാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് സത്യവാചകത്തിന് അവസാനം പറഞ്ഞ് അൻവർ സാദത്തും സഭയിൽ വ്യത്യസ്തരായി. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട ആലുവക്കാരോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭയിലെ ഇരിപ്പിടങ്ങളിൽ താൽക്കാലിക ക്രമീകരണങ്ങളായി. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കാണ്
സീറ്റ്. കക്ഷി നേതാക്കൾക്ക് പുറമെ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ എന്നിവർക്കും മുൻനിരയിലാണ് സീറ്റ്. പ്രതിപക്ഷ ബെഞ്ചിൽ പിണറായി വിജയൻ അടുത്ത് കെ എൻ ബാലഗോപാലാണ്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറും ഇന്ന് ഒന്നാം നിരയിലായിരുന്നു. ട്രഷറി ബെഞ്ചിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് മന്ത്രിസഭയിലെ രണ്ടാമൻ PK കുഞ്ഞാലിക്കുട്ടി. അതുകഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞാണ് ഘടകകക്ഷി നേതാവ് മോൻസ് ജോസഫിന്റെ സ്ഥാനം. മോൻസിന്റെ തൊട്ടടുത്ത് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഘടകകക്ഷി നേതാക്കളായ അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവർ കഴിഞ്ഞാൽ AP അനിൽകുമാറും വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനും മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ചു. രണ്ടാം നിരയിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, M ലിജു, PK ബഷീർ, KM ഷാജി, V അബ്ദുൽ ഗഫൂർ, T സിദ്ദിഖ്, K തുളസി, OJ ജനീഷ് എന്നിവർക്കാണ് ഇരിപ്പിടം. പ്രതിപക്ഷ നിരയിൽ ഇപ്പോൾ ഒന്നാമത് നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് തൊട്ടടുത്ത സീറ്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ വരും. അതുകഴിഞ്ഞാൽ പ്രതിപക്ഷ ഉപനേതാവാകും എന്ന് കരുതപ്പെടുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാലിനാണ് അടുത്ത സീറ്റ്. CPI നിയമസഭാ കക്ഷി നേതാവ് മുൻ മന്ത്രി കെ രാജൻ തൊട്ടടുത്ത ഇരിപ്പിടത്തിലുണ്ട്. അതുകഴിഞ്ഞാൽ നേമത്തെ BJP MLA രാജീവ് ചന്ദ്രശേഖർ. കക്ഷി നേതാവായി V മുരളീധരൻ തിരഞ്ഞെടുക്കപ്പെടുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ആ സീറ്റിലേക്ക് മുരളി എത്തും. ഭരണപക്ഷത്തെ മാണി സി കാപ്പൻ, KK രമ എന്നിവരാണ് അടുത്ത സീറ്റുകളിൽ. ഇതോടെ പ്രതിപക്ഷ ബെഞ്ചിലെ ഒന്നാം നിര അവസാനിക്കുന്നു. രണ്ടാം നിരയിൽ മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ, AC മൊയ്തീൻ, C രവീന്ദ്രനാഥ് എന്നിവരാണ്. ഇപ്പോഴത്തെ ഇരിപ്പിട ക്രമീകരണങ്ങളിൽ വരും ദിവസങ്ങളിൽ ചെറിയ മാറ്റമുണ്ടാകും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സമീപകാല സ്പീക്കർ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. നാളെ രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുണ്ട്. UDFിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 102 പേരുടെ പിന്തുണയാണ് UDFിനുള്ളത്. ഇടതു മുന്നണിയിൽ നിന്നും LDFിൽ നിന്നും മത്സരിക്കുന്നത് AC മൊയ്തീൻ, മുൻ മന്ത്രിയായ AC മൊയ്തീനാണ്. BJPക്ക് 3 അംഗങ്ങളുള്ളതുകൊണ്ട് BJPക്ക് ഔദ്യോഗികമായി തന്നെ ഒരാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാം. ആ അവസരം BJP കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു. B ഗോപകുമാറാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ രാവിലെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ബാലറ്റിലാണ് 3 പേരുടെ പേരെഴുതിയ ബാലറ്റ് പേപ്പറാണ് ഉള്ളത്. അവിടെയാണ് വോട്ട് ചെയ്തേണ്ടത്. പിന്നീട് വോട്ട് എണ്ണിയാണ് സ്പീക്കറെ പ്രഖ്യാപിക്കുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതമോ കൗതുകമോ ഒന്നും കാണേണ്ടതില്ല. ഇനി ഭരണനിരയിൽ നിന്ന് കുറേയേറെ പേർ വന്നില്ലെങ്കിൽ പോലും അനായാസം ജയിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഒരു പ്രതീകാത്മകമായ മത്സരത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. പ്രധാനപ്പെട്ട കാര്യം, BJP ഇങ്ങനെ ഒരു മത്സരത്തിൽ നിൽക്കുമ്പോൾ ഇടതുമുന്നണിക്ക് മത്സരം മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഭരണകക്ഷിയും UDFും BJPയും തമ്മിലുള്ള ഒരു മത്സരമായി അത് ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ LDFും സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ഈ 3 സ്ഥാനാർത്ഥികൾ തമ്മിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ കസേരയിലേക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് ആനയിക്കുന്നത്. അതിനുശേഷം കക്ഷി നേതാക്കൾ എല്ലാവരും, ആദ്യം മുഖ്യമന്ത്രി, പിന്നീട് കക്ഷി നേതാക്കൾ, ഇവരെല്ലാവരും സംസാരിക്കും. അതിനുശേഷം സ്പീക്കറുടെ മറുപടി, അതിനുശേഷമാണ് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. ഈ നടപടികളാണ് നാളത്തെ ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് ആദ്യമായി BJPയും മത്സരിക്കും. BB ഗോപകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP NDAന്റെ ചരിത്രത്തിൽ ഇന്ന് ഒരു ഏറെ സന്തോഷകരമായ ദിവസമാണ്. ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് 3 MLAമാർ നിയമസഭയിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നു. അത് ഞങ്ങൾക്ക് എത്രയോ കൊല്ലമായി പാർട്ടിൻ്റെയും മുന്നണിയുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ട്, ജനങ്ങളുടെ 30 ലക്ഷം ജനങ്ങളുടെ പിന്തുണയുടെ ഒരു ഫലമായിട്ട് ഞങ്ങൾ കാണുന്നത്. എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാൻ ആദ്യം ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ അസംബ്ലിയുടെ ഉള്ളിലും പുറത്തും ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനും ഒരു വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കാനാണ് ഈ 3 MLAമാർ ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നരേന്ദ്രമോദിജി പഠിപ്പിച്ചു തന്ന ഒരു വികസന രാഷ്ട്രീയം, അത് ഇന്നുവരെ കേരള നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിട്ടില്ല. അതെല്ലാം മാറ്റാനാണ് ഈ 3 MLAമാർ നിയമസഭയിൽ ഇന്ന് സത്യപ്രതിജ്ഞ എടുത്തിട്ട് ഇന്നു മുതൽ ഞങ്ങളുടെ വർക്ക് തുടങ്ങാൻ പോകുന്നത്. ജാതിപ്പേര് വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശന് കനത്ത പ്രതിരോധം തീർത്ത് കെ മുരളീധരൻ. കല്ലെറിയുന്നവർ വഷളാകുമെന്ന് മുരളീധരൻ പറഞ്ഞു. സതീശൻ ഹൈക്കമാൻഡ് അംഗീകരിച്ച മുഖ്യമന്ത്രിയാണ്.
സതീശനെതിരെ കോൺഗ്രസിൽ നടക്കുന്ന ഒരു നീക്കവും വിലപ്പോവില്ലെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ കെ മുരളീധരൻ പ്രതികരിച്ചു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ തന്നെ കുറിച്ച് പറഞ്ഞാൽ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് CM പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. അവിടെ ജാതിപ്പേര് കാണിച്ചു. അതെന്തിനാണ് വിവാദത്തിന്റെ ആവശ്യം? കോൺഗ്രസിൽ നിന്നുള്ള ശരിയല്ല അതൊന്നും. അതൊക്കെ വെറുതെ ചീപ്പ് പോപ്പുലാരിറ്റി നടത്തരുത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അതല്ലേ പറയേണ്ടത്. അപ്പോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അങ്ങനെയാണ്. അത് ജാതിയാണോ? അദ്ദേഹത്തിന്റെ സമുദായം ഏതാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ ഇത്ര അസ്വസ്ഥത കൊണ്ട് ആവശ്യം എന്താ? VD സതീശൻ എന്ന് പറയണോ അതോ ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ എനിക്ക് പറയുന്നത് കരുണാകരൻ മുരളീധരൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ പേര് ദുരുപയോഗപ്പെടുത്തി എന്ന് വരെ പറയും ഈ കൂട്ടർ. ഇതൊക്കെ ശരിയായിട്ടുള്ള നടപടിയല്ല. അതൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിട്ട് മൗലികാവകാശം. പക്ഷെ കോൺഗ്രസിൽ നിന്ന് തന്നെയാണല്ലോ അത്തരം വിമർശനങ്ങൾ. ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല. VD സതീശനെതിരായ ഒരു നീക്കമാണോ? അതൊന്നും വിലപ്പോവില്ല. കാരണം ജനങ്ങൾ അംഗീകരിച്ച, ഹൈക്കമാൻഡ് അംഗീകരിച്ച ഒരു മുഖ്യമന്ത്രിയെ ഇതിന്റെ പേരിൽ കല്ലെറിയാൻ നോക്കിയാൽ ഒരു പിന്തുണയും സമൂഹത്തിന് ഒരു ഭാഗത്തുനിന്നും കിട്ടില്ല. പറയുന്നൊരു വഷളാവുന്നു മാത്രമേ ഉള്ളൂ. വാർത്തകൾ തുടരുന്നു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധന തുടങ്ങി. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി. LDF സർക്കാർ ഒപ്പിട്ട ശേഷം പിന്മാറിയെങ്കിലും നിലവിലെ സ്ഥിതിയെപ്പറ്റി വ്യക്തതയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ന്യൂസ് 18നോട് പറഞ്ഞു. നയപരമായതിനാൽ UDF ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇപ്പോൾ BJP സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് അതിൽ PM ശ്രീ ഒപ്പിട്ടാലേ SSKന്റെ ഫണ്ട് കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്. അല്ല, ഒപ്പിട്ടു. പിന്നീട് അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതാണ്. പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ പോയെന്നേ ഉള്ളൂ. ആ ഒപ്പിട്ടത് തൽക്കാലം നിർത്തണം, ഞങ്ങളില്ല എന്ന് കെപ്റ്റ് ഇൻ അബയൻസ് അതിൽ വെക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അതുവഴി എന്താണ് ഇപ്പോൾ അതിൻ്റെ റിയൽ പൊസിഷൻ? എന്നാൽ അവർ ഈ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കുറച്ച് ഫണ്ടൊക്കെ കൈമാറിയിട്ടുണ്ട്. ഒരു 100 കോടിയിൽ താഴെ എന്തോ കൊടുത്തിട്ടുണ്ട്. പരിശോധിക്കണം. അപ്പം ഇന്നലത്തെ യോഗത്തിൽ, ഞാൻ ഈ പറഞ്ഞ യോഗത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയോട് അതിൻ്റെ ഇപ്പോഴത്തെ റിയൽ സ്റ്റാറ്റസ് എന്താണ്, അതിലിനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊരു പോളിസി മാറ്ററാണല്ലോ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല, UDF ആണ് പറയേണ്ടത്. ഇതിലിനി എന്താണ്, നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത്. സഹോദരൻ ടിവിയുടെ റിമോട്ട് നൽകാത്തതിനെ തുടർന്ന് പാലക്കാട് 12കാരൻ ജീവനൊടുക്കി. തച്ചമ്പാറ മുതുകുറിശി സ്വദേശി പ്രദോഷാണ് മരിച്ചത്. വീടിന്റെ തട്ടിൻപുറത്ത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.